നമ്മൾ അത്രയും വലിയ തോൽവി. C4 ഞാനാടാ. എന്താണ് ചങ്ങായി, അപ്പത്തിന് പോയാൽ കുഴപ്പമില്ല അല്ലേ? അങ്ങനെ ഇപ്പോൾ മനസ്സിലായി. E4 knight to D4. Bishop to C4. Pawn to D3. അത് കുഴപ്പമില്ല. Bishop to അതാക്ക് ഇതിനെ കൊണ്ട് എടുക്കാൻ പറ്റൂല. Doubling of pawns. King side castle. ഒന്നും ഉണ്ടായില്ല. ആ കളി ആകെ സങ്കടമായി. എന്താണ് പ്രശ്നം? ഇതിന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഞാനിതിനെ എങ്ങോട്ടാണ് നീക്കി? അയ്യോ, അതാ ഇനിയിപ്പോൾ ഈ പോൺ ഞാനും പ്രൊട്ടക്റ്റ് ചെയ്യണില്ല. പിന്നെ എന്താടാ എൻ്റെ അത് നോക്ക്, അടിപൊളി പ്രോൺ സ്ട്രക്ചർ അല്ലേ? അടിപൊളി. പിന്നെ ഈ ബിഷപ്പിനെ വീണ്ടും നനയ്ക്കാൻ മതി. ഇപ്പം ഈ പോണ് പോകും. പക്ഷേ ഈ പോണിപ്പോൾ ആരും പ്രൊട്ടക്റ്റ് ചെയ്യണില്ല. അപ്പം അതൊരു പൊട്ടത്തരാണ്. എനിക്ക് ഇതിനൊന്നും ഇങ്ങോട്ട് പോയി അതിലെ ഈ സ്ക്വയർക്ക് പോയത്. പിന്നെ എനിക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാനൊന്നും വേണ്ടേ? എൻ്റെ ഉദ്ദേശം ഇപ്പം എന്താ? ഇങ്ങോട്ട് വരിക. ഏതാണ് ഇപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. പക്ഷെ അതിനെങ്ങനെ എടുക്കുക? നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്വീനതാ. ഒരു സാധനം കൊണ്ടിട്ട് മൂട് പോയത്. പോൺ സ്ട്രക്ചർ ആകെ വീക്കായി. എന്താ പ്ലാൻ ചെയ്യുന്നത് മനസ്സിലാവണേ ഇല്ല. സമാധാനം എളുപ്പം എന്തിനാണത് ചെയ്തതെന്നൊന്ന് ആലോചിച്ചു. ഇങ്ങോട്ട് കൺട്രോൾ കിട്ടാനാണ്. ഇങ്ങോട്ട് കൺട്രോൾ കിട്ടിയിട്ട് എന്താ? ഞാൻ ഈ പോണിന് വേണ്ടിയിട്ടാണ് എന്നും അത് വെച്ചത് അവിടെ. ഇപ്പം അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. നോ വറീസ്. എടുത്താൽ നടക്കൂല. അത് നോക്കണേ. വെറുതെ ഒരു പ്രൊട്ടക്ഷൻ ഇടിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. എടുത്താൽ കണ്ടു ഈ നൈറ്റ് പ്രൊട്ടക്റ്റ് ഉണ്ട്. നമുക്ക് റുക്കാണ് ഇതിനെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഐഷ് എന്തിനൊന്ന് ത്രട്ടൻ ചെയ്താലേ കൊടുക്കാൻ സൗകര്യമില്ല.
കാണും ഇനി. പാടെന്താ ഇത്ര പെട്ടെന്ന് മൂട് പോണല്ലേ? അയ്യോ അയ്യോ നീക്കി ഇങ്ങോട്ടൊരു പ്രൊട്ടക്ഷൻ വേണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തിനും ഇങ്ങോട്ട് നീക്കി. അതാ എൻ്റെ നൈറ്റിന് പോകേണ്ട വഴി പോയി. ബട്ട് ഓ മൈ ഗോഡ്, ഈ സാധനം ഇങ്ങോട്ടൊന്ന് വന്ന് കഴിഞ്ഞെങ്കിൽ ഇത് 4K ആയിരുന്നു. ഇപ്പോൾ 4K അല്ല, അപ്പോൾ അത് വെറും ഒരു ബ്ലണ്ടറാണ്. അതുകൊണ്ട് ഏതാണ് പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല ഒന്ന് നോക്കിക്കാം. ഇത് പ്രൊട്ടക്ഷൻ ഇല്ല, എടുക്കാൻ വല്ല വഴിയുണ്ടോ? എന്നിട്ട് വെച്ചാൽ എൻ്റെ ഫോണുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, അതവിടെ ഇരിക്കട്ടെ. എടക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. ഈ മൂവിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഈ ക്വീൻ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഞാനത് നോക്കിയിട്ടും കൂടി ഇല്ല. പക്ഷെ നമ്മളെ ബിഷപ്പ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ ഇത് 4K അല്ലേ? ഇപ്പോൾ ഇതൊരു 4K അല്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒന്നിനൊരു താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും ഒരു വേണ്ടാത്ത മൂവാണ്, അതാണ് കെട്ട് വേറതിൽ ഇല്ല. ബ്രോയ്സ് നൈസ് ഗായ് ഐ തിങ്ക്. അതിനെടുക്കുന്നു. ക്ലിയർ അദ്ദേഹത്തിന് എങ്ങനെയും ഒന്ന് കാണാൻ. ഞാനെന്താ ചെയ്യുക? ബിഷപ്പിനെ ഒന്ന് എടുക്കണം ഇങ്ങോട്ട്. ഈ ബോണിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അറിയില്ല, ഞാൻ എന്താ കാട്ടുന്നത് എനിക്കറിയില്ല. അങ്ങോട്ട് പോകുമ്പോൾ സ്ക്വയർത്തെ കൺട്രോൾ പോയി. അതാ ഇനി എനിക്കിത് ഇങ്ങോട്ട് നീക്കാല്ലേ? ഇപ്പം ഞാൻ പെടും ഇല്ലേ? ഈ സ്ക്വയർ ഉണ്ടല്ലോ, അല്ലോ എവിടേക്ക് നീക്കിയാലും എൻ്റെ പോവും. ഇതിനിങ്ങോട്ട് നീക്കിയാലേ എനിക്ക് ഇങ്ങോട്ടുള്ളൂ ആകെ പോകാൻ പറ്റുക. അല്ല അപ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ട് പോകാമല്ലോ. ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഈ സാധനത്തിന് ഇപ്പോൾ ഉണ്ട്, ഒക്കെ ഇതിനൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനില്ല. ഇനി ഒന്ന് അറ്റാക്ക് ചെയ്യാം. സ്ക്വയർ റുക്കിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. പോടാ ആടുന്നു. ഞാൻ ക്വീനിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ആലോചിച്ചു. അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ? ഞാൻ ഇതിൽ സമയമില്ലാതെ തോറ്റ് ഒരു ഇതാവും. ഡബിളിങ് പോണേണ്ടിൻ്റെ ഒരു പവർക്ക് ഇപ്പോൾ മനസ്സിലായി. ഒരു ഇതുമില്ലാത്ത കളിയാണ്. എന്താ കളിച്ചിട്ടുണ്ടാവില്ല. 7 മിനിറ്റ് കണക്ക് എനിക്കും 3 മിനിറ്റ്. മൂഡ് പോയി. കഴിഞ്ഞ കളിയിൽ എത്ര മിസ്സാല്. ഇതേമാതിരി ഈ കളിയിൽ എത്ര മിസ്സുണ്ടാവും. കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കാതെ ഈ കാര്യത്തിനെ കുറിച്ച് ആലോചിക്കും. ഓൻ എന്ത് ചെയ്യും?
എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് ഇതിനെടുക്കാം. പക്ഷേ എങ്ങനെ ഈ ഒരു പോണകൾ ഇത് നോക്കടാ. എനിക്കിപ്പം മനസ്സിലായിട്ട് ഡബിൾ ഫോൺ ചെയ്യുന്നത് ഈ ബിഷപ്പിനെ കാണാനും വേണ്ടില്ല, ഞാനും അങ്ങനെ ചെയ്യും. കാരണം എന്തൊരു അവസ്ഥയാണ് ഈ സാധനം മുന്നിൽ വെച്ചിട്ടേ ഒരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റാതെ ഉണ്ടാക്കി അറ്റാക്ക് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നീങ്ങിക്കൂടെ? ഇപ്പം എനിക്ക് ഇങ്ങോട്ട് നീങ്ങാം. ഇതിന് പ്രൊട്ടക്ഷൻ അല്ല. ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല, ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓഫ്, ഇതിനെങ്ങനെ എടുത്താലും എനിക്ക് വേറെ എങ്ങനെ എടുക്കാണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിലാണ്. ഇതിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. പെട്ടല്ലോ റബ്ബേ, സാരല്ല, നോക്കേണ്ടി വരും. ഒരു ബിഷപ്പല്ലേ നമുക്കൊരു പോണിലേറെ ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഇവിടെ നല്ല അറ്റാക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പോൺ സ്ട്രക്ചർ എന്തിനാ ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് നോക്കിയാ. പ്രൊട്ടക്ഷൻ ഇല്ല എന്താണ് എപ്പോഴും എല്ലാത്തിനും പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല, അതുകൊണ്ട് എന്താ കാര്യം? അതോ അപ്പം എൻ്റെ ഇറുക്കിന് പ്രൊട്ടക്ഷൻ അല്ല, ഓർക്ക് എന്തൊക്കെ ഉണ്ടല്ലേ, നമുക്ക് കുറേ സാധനം നോക്കാണ്ട്. എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ പോകണം. അതാ ഈ റുക്കിന് പ്രൊട്ടക്ഷൻ ഇല്ലേ ഇത്. ഓ, എൻ്റെ ഇതിന് അറ്റാക്കും ചെയ്തു. വല്ലാത്തൊരവസ്ഥയത്. ടൈമില്ല മനെ, ടൈമില്ല. 2 മിനിറ്റ് 2.5 മിനിറ്റ്. ഞാൻ ഈ കളിയും തോറ്റി തോന്നുന്നുണ്ട്. ഈക്വലി ഇതാണ് അവൻ്റെ ലുക്ക് ഞാൻ കാണുന്നത്. ഇവിടേക്കെങ്കിലും ഒരു ക്വീനിനൊക്കെ കൊണ്ട് വെക്കാൻ പറ്റിയ എനിക്ക് നിന്നെ അറ്റാക്ക് ചെയ്തുകൂടെ? അതെന്തൊന്നും ചിന്തിക്കാതെ ഞാനെന്താ ചെയ്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, പിന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുക. എന്തിനാ അറ്റാക്ക് ചെയ്യണത്? എന്തിനാ അറ്റാക്ക് ചെയ്യണത്? ചോദ്യമാണ്. അതാ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല, പക്ഷേ ഇവിടേക്ക് ഒന്ന് പേടിപ്പിച്ചു. അവനെന്ത് പേടിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലോ? എന്തിനാ അറ്റാക്ക് ചെയ്യണേ? എടുത്താൽ നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. ഞാൻ ഇതിനെടുത്തു, ഞാൻ അതുകൊണ്ട് എടുത്തു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എന്തോ മെസ്സപ്പ് ചെയ്തു എന്നാണ്. അതിന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ ഒന്നുകൂടി പോകണമെന്ന് പോയേക്കേ ഒരു സമാധാനം. ഓന് ഈ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ ഇതിനെങ്ങോട്ടായാലും നീക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഫോണിൽ നിന്ന് എടുക്കാം. അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതാ ഓനതിനെ ഹാങ് ചെയ്തോ? ചെക്ക്മേറ്റ് എപ്പോഴും നോക്കേണ്ട സംഭവമാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഒരു ഇതായി, എനിക്ക് പേടി വന്നു. നമുക്ക് ഇങ്ങനെ ചെക്ക് കൊടുത്ത് നോക്കിയാലോ? എടാ ഓൻ നീക്കായിരുന്നു മതിയെന്നു. ഇനി പറ്റൂല. നൈറ്റിന് ഇങ്ങോട്ടൊന്ന് നീക്കിയാൽ മതിയോ? ഇങ്ങോട്ടൊന്ന് നീക്കടാ. അല്ല അപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ കാരണം ഇതിന് 4K വിചാരിച്ചോ?
എന്നാലും കുഴപ്പമില്ല. അങ്ങോട്ട് നീക്കി. ഞാൻ ചെക്ക് കൊടുക്കുക. ഓനക്ക് ഇതിനെ കൊണ്ട് എടുത്താൽ നമ്മൾ റുക്കിനെ കൊണ്ട് എടുക്കാമല്ലോ. അപ്പോൾ ഓനക്ക് 10 പോയിൻ്റ് കിട്ടും. ഷേ ടൈമുമില്ല ഓണ്ട നേരത്തെ ടൈമുമില്ല. അതോ ഒരു മിനിറ്റ് എടാ എന്താണ് ചിന്തിക്കടാ. ടൈമില്ല. ഞാൻ എന്തെങ്കിലും മിസ്സാക്കിയോ? അങ്ങനെ വേണ്ട. അയ്യോ, നല്ല രണ്ട് റുക്കും അടിപൊളിയൊന്നും ഇല്ലാതെ പിന്നെ ചെക്ക് കൊടുത്താലോ? വേണ്ട അങ്ങനെ എടുക്കാം. ഇതെൻ്റെ ലക്ഷ്യം എന്താ? അതിനെടുക്കേ ഇനി നമുക്കത് ചെക്ക് കൊടുക്കാം. കാരം ഞാൻ പ്രതീക്ഷിക്കുന്നു. സോനെന്താ ചെയ്യുക? അയ്യോ 40 സെക്കൻഡ്. എന്താണ് പെട്ടെന്ന് കളിക്കണം എന്ന് പറയുന്നത്? എന്ത് തോറ്റിരിക്കുകയാണെങ്കിലും. അതോ എൻ്റെ റുക്കിനെ ഇതാക്കിയടാ. എൻ്റെ പോണ്. അല്ലാ, ഇങ്ങോട്ട് നിൽക്കേ. അതാ ലൈനെ കളഞ്ഞില്ല അല്ലേ? അല്ലോ 8.7 സെക്കൻഡ്. ഞാൻ എന്താ പറയുക? ടൈം ഔട്ടായി തോറ്റോടാ. ടൈം ഔട്ട്. രണ്ട് കളി അടുപ്പിച്ച് തോറ്റു. When there is an uphill, there is a downhill.